ഗുഡ് മോർണിംഗ്. നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കൺസെപ്റ്റ് നെയ്ബർഹുഡ്, ഇൻറ്റീരിയർ, അക്യുമുലേഷൻ പോയിൻ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൽ ആദ്യം തന്നെ നെയ്ബർഹുഡ് എന്താണെന്ന് നോക്കാം. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് മീനിങ് പോലെ തന്നെയാണ് ഏകദേശം. അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്2 ഉണ്ട്. ആ എക്സിൽ ഒരു പോയിൻ്റ് x0 എടുക്കുന്നു. ആ പോയിൻറ്റിൻ്റെയാണ് നെയ്ബർഹുഡ്. ആ x0 പറയുന്ന പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x0 എക്സിലാണ് ഉള്ളത്. ഒരു എന്താ പറയുക, സബ്സെറ്റ് എക്സിൻ്റെ സബ്സെറ്റ് n സബ്സെറ്റ് ഓഫ് x0ൻ്റെ നെയ്ബർഹുഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ സെറ്റ് V കിട്ടണം. എങ്ങനെ? x0 വിയിൽ V കണ്ടെയ്ൻഡ് ഇൻ n ആയിട്ട്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ എന്നിൻ്റെ അകത്ത് x0നെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഒരു ഓപ്പൺ സെറ്റ് V ഉണ്ടെങ്കിൽ നമ്മൾ പറയും n ഈസ് എ നെയ്ബർഹുഡ് ഓഫ് x0. ഈ നെയ്ബർഹുഡ് ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് n ഈസ് എ നെയ്ബർഹുഡ് ഓഫ് x0. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ടോപ്പോളജി എടുക്കുക. യൂഷ്വൽ ടോപ്പോളജിയിൽ നമുക്കറിയാം അവിടെ ഓപ്പൺ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഞാനവിടെ ഒരു R വിത്ത് യൂഷ്വൽ ടോപ്പോളജി എടുക്കുന്നു. ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1-2 എടുക്കുന്നു. ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1-2 എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് 1.5 ഈ ക്ലോസ്ഡ് 1-2 എന്ന് പറയുന്നത് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് 1.5 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ 1, ഇവിടെ 2 ഉണ്ട്, ഇതിൻ്റെ നടുക്ക് 1.5 ഉണ്ട്. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1-2 ഈ 1.5ൻ്റെ നെയ്ബർഹുഡ് ആണോ എന്നാണ്, നെയ്ബർഹുഡ് ഓഫ് 1.5 ആണോ 1-2 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് വേണം? ഇത് നെയ്ബർഹുഡ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് 1.5നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് 1-2ൻ്റെ അകത്തുണ്ടാവണം. സുഖമായിട്ട് നമുക്ക് കിട്ടൂലേ? ഇങ്ങനെ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ അത് ഓപ്പൺ സെറ്റ് അല്ലേ? അത് 1.5നെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലേ? ആ സെറ്റ് ക്ലോസ്ഡ് 1-2ൻ്റെ അകത്തല്ലേ കിടക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് 1-2 ഈസ് എ നെയ്ബർഹുഡ് ഓഫ് 1.5, അല്ലെങ്കിൽ ക്ലോസ്ഡ് 1-2 ഈസ് സെഡ് ടു ബി എ നെയ്ബർഹുഡ് ഓഫ് 1.5 എന്ന് പറയാം. അതിനു പകരം ഞാൻ ഈ ക്ലോസ്ഡ് 1-2 എടുക്കുന്നു. ഇതാണ് നമ്മളെ n. ഇത് 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡ് ആവണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈസ് ക്ലോസ്ഡ് 1-2 ഈസ് എ നെയ്ബർഹുഡ് ഓഫ് 1. 1ൻ്റെ നെയ്ബർഹുഡ് ആണോ? 1ൻ്റെ നെയ്ബർഹുഡ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന 1 എലമെൻ്റായിട്ട് വരുന്ന ഒരു ഓപ്പൺ സെറ്റ് ഈ ക്ലോസ്ഡ് 1-2ൻ്റെ അകത്ത് വേണം. അങ്ങനെ കിട്ടുമോ? 1നെ കണ്ടെയ്ൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1ൻ്റെ ഇപ്പുറത്ത് വരണം, ഓപ്പൺ സെറ്റ് ആയിരിക്കണം, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഇത് കണ്ടെയ്ൻഡ് ആവില്ലല്ലോ, ക്ലോസ്ഡ് 1-2ൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആവില്ലല്ലോ. പിന്നെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്താൽ അത് ഓപ്പൺ സെറ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ക്ലോസ്ഡ് 1-2 എന്ന് പറഞ്ഞാൽ 1ൻ്റെ നെയ്ബർഹുഡ് അല്ല. ഇതിൻ്റെ ആൻസർ നോ എന്നാണ്. പക്ഷേ അത് 1.5ൻ്റെ നെയ്ബർഹുഡാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഈ ഈ n ഓപ്പൺ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ഈ കണ്ട എക്സാമ്പിൾ നോക്കിയാൽ മതി. 1-2 എന്ന് പറയുന്നത് ഓപ്പൺ അല്ല. ചിലപ്പോൾ എല്ലാ ഓപ്പൺ സെറ്റ്സും എന്തായിരിക്കും? ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അത് നെയ്ബർഹുഡ് ആയിരിക്കുമോ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് ഞാനൊരു ഓപ്പൺ സെറ്റ് തരുന്നു. ആ ഓപ്പൺ സെറ്റ് ആ സെറ്റിനകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും നെയ്ബർഹുഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക?
നമുക്ക് ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എടുക്കാം. യൂഷ്വൽ ടോപ്പോളജിയിൽ ഞാനൊരു ഓപ്പൺ സെറ്റ് തരുന്നു. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓപ്പൺ ഇൻ്റർവെൽ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് എടുക്കുന്നു. ഇനി ഇത് ഞാനിവിടെ ഈ ഒരു പോയിൻ്റ് എടുക്കുന്നു. ഈ പോയിൻ്റ് എടുത്താൽ നമുക്ക് എന്ത് പറയാം? ഈ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ട് വേണം. ഏത് തന്നെ എടുത്താൽ മതി? ഇത് തന്നെ എടുത്താൽ മതി. ഇത് തന്നെ എടുത്താൽ ഇത് 1നെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവിടെ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് ഇത് തന്നെ എടുത്താൽ, ഇത് മുതൽ ഇതുവരെയുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഈ ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ മതി. ഈ ഓപ്പൺ ഇൻ്റർവെൽ നമ്മുടെ മൊത്തം സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. ഇനി ഞാൻ ഇവിടെ നിന്നാണ് പോയിൻ്റ് എടുക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഈ ഓപ്പൺ ഇൻ്റർവെൽ എടുക്കുക. ഈ ഓപ്പൺ ഇൻ്റർവെൽ ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? ഇതെല്ലാം എല്ലാ ഓപ്പൺ സെറ്റുകളും ഒരു ടോപ്പോളജിയിലുള്ള മെമ്പേഴ്സ് എടുത്താൽ, അല്ലെങ്കിൽ ടോപ്പോളജിയിലുള്ള ഓപ്പൺ സെറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്പൺ സെറ്റുകൾ ആ സെറ്റിനകത്ത് വരുന്ന എല്ലാ പോയിൻറ്റിൻ്റെയും ഈച്ച് പോയിൻറ്റിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കും. ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻ്റിൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കും അത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഒരു നെയ്ബർഹുഡ് ഓപ്പൺ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ആ ഓപ്പൺ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കും ആ ഓപ്പൺ സെറ്റ്. നെയ്ബർഹുഡിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളായിട്ട് NBD എന്നാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു റിസൾട്ട് കാണാം. റിസൾട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ സബ്സെറ്റ് ഓപ്പൺ ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഒരു ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ സബ്സെറ്റ് ഓപ്പൺ ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഒരു സബ്സെറ്റ് ഓപ്പൺ ആണെങ്കിൽ ആ സെറ്റിലുള്ള ഓരോ പോയിൻറ്റിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കും ആ സെറ്റ്. ഇനി ഒരു സെറ്റിലെ ഓരോ പോയിൻ്റ് എടുത്താലും അത് ആ സെറ്റ് അതിൻ്റെ നെയ്ബർഹുഡ് ആണെങ്കിൽ ആ സെറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എടുക്കുന്നു. എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ്. ഇനി എക്സിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കണം. G എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ കാര്യം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു പാർട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും G ഈസ് ഓപ്പൺ. G ഓപ്പൺ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് കാണിക്കേണ്ടത് എന്താണ്? ജിയിൽ ഏത് എക്സ് ബിലോങ്സ് ടു G എടുത്താലും G എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബർഹുഡ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. G ഓപ്പൺ സെറ്റാണ്. ഇനി ഞാൻ ജിയിൽ ഒരു എക്സ് എടുക്കുന്നു. എക്സ് ബിലോങ്സ് ടു G. ഇനി ഈ G എന്ന് പറയുന്നത് എക്സിൻ്റെ നെയ്ബർഹുഡ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. ഏത് എക്സ് എടുത്താലും നെയ്ബർഹുഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു എക്സ് എടുത്തു. എന്നിട്ട് ഈ എക്സ് എക്സിൻ്റെ നെയ്ബർഹുഡാണ് G എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് Gൻ്റെ അകത്തുണ്ടായിരിക്കണം. അതായത് ഇതാണ് നമ്മൾ G. ഇവിടെ ഞാനൊരു എക്സ് എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് Gൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ ട്രിവിയലാണ്. എന്താ കാര്യം? G ഇറ്റ്സെൽഫ് എന്താ? ഓപ്പൺ ആണ്. ഈ G എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അപ്പോൾ ഇത് തന്നെ ഓപ്പൺ ആണെങ്കിൽ ഈ എക്സിന് V തന്നെ എടുക്കണ്ടല്ലോ. ഈ G തന്നെ എടുത്താൽ പോരെ? V ആയിട്ട് G തന്നെ എടുക്കുക. കാരണം G ഓപ്പൺ ആണ്. G ഇറ്റ്സെൽഫ് ഓപ്പൺ ആണ്. അപ്പോൾ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ബിലോങ്സ് ടു G. G ഈസ് കണ്ടെയ്ൻഡ് ഇൻ G വേർ ദിസ് G ഈസ് ഓപ്പൺ. അപ്പോൾ ഈ നമ്മളെ വിക്ക് പകരം V ആയിട്ട് നമ്മൾ G തന്നെ എടുക്കുന്നു. അപ്പോൾ നമുക്കെന്ത് പറയാം? ഇത് നെയ്ബർഹുഡ് ആണെന്ന് പറയാം. G ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയാം.
അപ്പോൾ എക്സ് ആർബിട്രറി ആയതുകൊണ്ട് ജി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ചുള്ള പാർട്ട് കോൺവേഴ്സ്ലി നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്. അതായത് ഞാനൊരു എക്സിൻ്റെ സബ്സെറ്റ് ജി എടുക്കുന്നു. ഈ ജിയിലുള്ള ഓരോ പോയിൻറ്റ്സ് എക്സ് ബിലോങ്സ് ടു ജി എടുത്താലും എന്താ പറയുക, ജി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഓപ്പൺ ആണെന്നാണ്. അപ്പോൾ ജി നെയ്ബർഹുഡ് ഓഫ് എക്സ് ആണെങ്കിൽ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി ജീൻ്റെ അകത്തുണ്ട്. ഈ വി ഓപ്പൺ ആണ്. അപ്പോൾ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഓപ്പൺ സെറ്റിനെ ഞാൻ വി എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സ് ബിലോങ്സ് ടു വി എക്സ് ആൻഡ് വി എക്സ് സബ്സെറ്റ് ഓഫ് ജി എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താ, ഇത് നമ്മളെ സെറ്റ് ജി. ഇവിടെ ഞാനൊരു എക്സ് എടുത്തു. എക്സ് എടുത്തപ്പോൾ നമുക്ക് ഒരു വി എക്സ് കിട്ടി. വി എക്സ് ജീൻ്റെ അകത്ത് കണ്ടെയ്ൻഡാണ്. ഇങ്ങനെ ഓരോ എക്സുകൾ ജീൻ്റെ അകത്ത് എത്തുമ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ജീൻ്റെ അകത്ത് കണ്ടെയ്ൻഡാണ്. അപ്പോൾ ഇതിലത്തെ എല്ലാ പോയിൻ്റ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീനെ എന്ത് വിളിക്കാം, ജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വി എക്സുകളുടെ യൂണിയനാണ്. ഇങ്ങനെയുള്ള വി എക്സുകൾ എക്സ് ബിലോങ്സ് ടു ജി. ജി എന്നൊരു എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വി എക്സുകളുടെ യൂണിയനാണ് ജി എന്ന് കിട്ടുന്നത്. ഇനി വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വി എക്സ് ഓപ്പൺ ആണ്. വി എക്സ് ഓപ്പൺ ആണ്, ഇത് യൂണിയനാണ്. നമുക്കറിയാം വി എക്സ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ അത് ടോപ്പോളജിയിൽ വരുന്നുണ്ട്, ടോപ്പോളജിയിലെ മെമ്പറാണ്. ടോപ്പോളജി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയനാണ്. അപ്പോൾ യൂണിയൻ വി എക്സ് ഓപ്പൺ ആണ്, അതുകൊണ്ട് ജി ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് രണ്ട് ചെറിയൊരു റിസൾട്ട് പറഞ്ഞുതരാം. എൻ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് എക്സിൻ്റെ നെയ്ബർഹുഡ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ഒരു പോയിൻ്റ് എക്സിൻ്റെ നെയ്ബർഹുഡ് ആണെങ്കിൽ അതിൻ്റെ ഏത് സൂപ്പർ സെറ്റ് എടുത്താലും അതും നെയ്ബർഹുഡ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇതല്ലേ, നിങ്ങൾ യൂഷ്വൽ ടോപ്പോളജിയിൽ ചിന്തിച്ച് നോക്കൂ. 1 2 എന്ന് പറയുന്നത് 1.5ൻ്റെ നെയ്ബർഹുഡാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റായിട്ടുള്ള ക്ലോസ് ടു 1 2 നെയ്ബർഹുഡാണ്. അതിൻ്റെ സൂപ്പർ സെറ്റായിട്ടുള്ള 0 3 ഇതിൻ്റെ നെയ്ബർഹുഡാണ്. അപ്പോൾ ഒരു സെറ്റ് ഒരു പോയിൻ്റ് എക്സിൻ്റെ നെയ്ബർഹുഡ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സൂപ്പർ സെറ്റുകളും അതിൻ്റെ നെയ്ബർഹുഡുകളായിരിക്കും. മറ്റൊരു റിസൾട്ടാണ് ഒരു പോയിൻറ്റിൻ്റെ 2 നെയ്ബർഹുഡ് എടുക്കുക. 2 നെയ്ബർഹുഡ് എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് എഗെയിൻ നെയ്ബർഹുഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പോയിൻ്റ് 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്നു, 0 2 എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബർഹുഡാണ്. വേറൊന്ന് 1/2 3 ഇത് അതിൻ്റെ ഒരു നെയ്ബർഹുഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ 1/2 2 ഇത് അതിൻ്റെ നെയ്ബർഹുഡായിരിക്കും. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇൻ്റർസെക്ഷൻ അല്ല, ഫൈനൈറ്റ്ലി മെനിയുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ, ഫൈനൈറ്റ്ലി മെനി ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അതും എഗെയിൻ നെയ്ബർഹുഡായിരിക്കും. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെയ്ബർഹുഡ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട കൺസെപ്റ്റ് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഇൻറ്റീരിയർ ഉണ്ട്, ഇൻറ്റീരിയർ പോയിൻ്റ് ഉണ്ട്, ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എടുക്കുന്നു. എക്സ്റ്റോ എന്ന് പറയുന്നത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഇൻറ്റീരിയർ പോയിൻ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ പോയിൻ്റ് നമ്മളെങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്?
ഇൻറ്റീരിയർ പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ ആവണം എന്നുണ്ടെങ്കിൽ എ ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് നോട്ട് ആവണം. എ ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് നോട്ട് ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് എയിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. ഇങ്ങനെ എയിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സുകളുടെ മൊത്തം കളക്ഷൻ എടുത്താൽ അതാണ് ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുക, ഇൻറ്റീരിയർ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് നോട്ട് ഒരു സെറ്റ് എയിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്നത് എക്സ് നോട്ടിൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എയുടെ ഇൻറ്റീരിയർ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ മൊത്തം എടുത്താൽ അതിന് ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറയാം. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് എനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് മുകളിലൊരു 0 ഇട്ട് കൊടുക്കലാണ്. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിലുള്ള എങ്ങനെയുള്ള പോയിൻറ്റ്സുകളായിരിക്കണം? എക്സുകൾ, എയിലുള്ള എക്സുകൾ, ആ എക്സ് എന്തായിരിക്കണം? എക്സിൻ്റെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കണം. ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. എക്സിൻ്റെ നെയ്ബർഹുഡാണ് എ എങ്കിൽ ആ എക്സ് എ ഇൻറ്റീരിയറിൽ വരും. അതായത് എക്സ് ഇപ്പോൾ എ ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് ആണെങ്കിൽ ആ എക്സ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻറ്റീരിയർ പോയിൻറ്റ്സുകളുടെ മൊത്തം കളക്ഷനാണ് എ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമ്മൾ R2-ൽ, അതായത് R2 എന്ന് പറയുന്ന പ്ലെയിനിൽ നമുക്കറിയാം ഓപ്പൺ സെറ്റ്സ് എന്താണ്? ഓപ്പൺ ബോൾസ് ആണ് ഓപ്പൺ സെറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓപ്പൺ ഡിസ്ക്കാണ് R2-ലെ ഓപ്പൺ സെറ്റ്സ്. സപ്പോസ് ഞാൻ ക്ലോസ്ഡ് ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറിയും കൂടി വരും. ഈ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഈ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? നമുക്കറിയാം ബൗണ്ടറിയിലുള്ള പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവാൻ സാധ്യതയുണ്ടോ? ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഈ ഓൾ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിട്ടുണ്ടാവണം. അപ്പം ബൗണ്ടറിയിൽ വരുന്ന ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ R2 വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ ഓപ്പൺ ഡിസ്ക്കാണ് ഓപ്പൺ സെറ്റുകൾ. അപ്പോൾ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ബൗണ്ടറിയിലുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഡിസ്ക് എന്ന് വെച്ചാൽ അതെന്തായാലും ഇങ്ങനെയായിരിക്കും വരിക, പുറത്തേക്ക്, ഈ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഈ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ ബൗണ്ടറിയിലുള്ള ഒരു പോയിൻറ്റ്സും എന്താവില്ല? ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആവില്ല. അതിൻ്റെ അകത്തുള്ള ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അകത്ത് അതിന് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓപ്പൺ ഡിസ്ക് ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലത്തെ ഇൻറ്റീരിയർ പോയിൻ്റ്, ഈ ക്ലോസ്ഡ് ഡിസ്കിലുള്ള ഇൻറ്റീരിയർ പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള പോയിൻറ്റ്സുകളായിരിക്കും. ഈ സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കും. അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ഡിസ്ക് ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ. അതായത് ഞാൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഡിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഓപ്പൺ ഡിസ്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് എന്നും ചിലപ്പം ഡിനോട്ട് ചെയ്യും, എ ഇൻറ്റീരിയർ എന്നും ഡിനോട്ട് ചെയ്യും. രണ്ടും ഒരേ കാര്യത്തിന് തന്നെയാണ്. ചിലപ്പോൾ ഇവിടെ ഒരു ടോ ഇടും, ടോ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നോക്കുന്നത് നമ്മൾ R വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ എംപ്റ്റി സെറ്റിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, പിന്നെ ക്യൂവിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, പിന്നെ ഇറാഷണൽസിൻ്റെ ഇൻറ്റീരിയർ എന്താണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ നമുക്ക് ഒരു ക്യാരക്ടറൈസേഷൻ തിയറം അല്ല, ഇൻറ്റീരിയറിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്താൽ ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയേഴ്സ് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുകയാണ്. പ്രൊപ്പോസിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
എക്സ് എന്ന് പറയുന്നത് ഒരു സ്പേസ്, അല്ലെങ്കിൽ ഇത് അടുത്ത വീഡിയോയിൽ പറയാം, ടൈം കുറേ ആയി എന്ന് തോന്നുന്നു.